സന്തോഷിക്കുന്ന രാജ്യങ്ങളുടെ ലിസ്റ്റ് ഇന്നലെ പത്രത്തിൽ വന്നു. ഒന്നാം സ്ഥാനം ഫിൻലൻഡിനാണ്. ഏറ്റവും കൂടുതൽ സന്തോഷമുള്ള ഒരു ഫിൻലൻഡുകാരാണ്. തൊട്ടടുത്ത് ഡെൻമാർക്ക് വന്നിട്ടുണ്ട്, രണ്ടാം സ്ഥാനം. മൂന്നാം സ്ഥാനം ഐസ്ലാൻഡ്. അപ്പോൾ സ്കാൻഡിനേവിയൻ കൺട്രിയിലാണ് ഈ മൂന്ന് രാജ്യങ്ങൾ. അവരാണ് കൂടുതൽ സന്തോഷിക്കുന്നവർ, കൂടുതൽ ചിരിക്കുന്നവർ. ആ ലിസ്റ്റിനകത്ത് നോക്കിക്കഴിഞ്ഞപ്പം USA ക്ക് 23-ാം സ്ഥാനം, അമേരിക്കയ്ക്ക് തൊട്ടുപുറകെ ജർമ്മനി ഉണ്ട് 24. നമ്മുടെ രാജ്യത്തിൻ്റെ അവസ്ഥയാണ് ഏറ്റവും വലിയ കഷ്ടം. നമ്മുടെ രാജ്യം 126-ാം സ്ഥാനത്താണ്. നമ്മുടെ താഴെയുണ്ട് ശ്രീലങ്ക 128, ബംഗ്ലാദേശ് 129, പാകിസ്ഥാൻ നമ്മളേലും കൂടുതൽ സന്ദർശിക്കുകയാണ് 108. അപ്പം ഇതാണ് സന്തോഷിക്കുന്ന രാജ്യങ്ങളുടെ അവസ്ഥ. അത് പല ഫാക്ടേഴ്സ് ഉണ്ട്. അത് മിക്കവാറും ആ രാജ്യത്തിൻ്റെ കാലാവസ്ഥ, ആ രാജ്യത്തിൻ്റെ വരുമാനം, ആൾക്കാരുടെ ജോലി, അവിടെയൊക്കെ എല്ലാവർക്കും ജോലിയുണ്ട്. അങ്ങനെ പല രീതിയിലാണ് അവർ സന്തോഷിക്കുന്നത്. പക്ഷെ നമ്മൾ പട്ടിണി കിടന്നാലും നമുക്ക് സന്തോഷിച്ചേ പറ്റൂ. നമുക്ക് ചിരിക്കണം. ചിരി ആരോഗ്യത്തിൻ്റെ ഒരു ലക്ഷണം തന്നെയാണ്. അപ്പോൾ അതിലേക്കാണ് ഞാൻ പോലീസിലായിരുന്നെങ്കിലും പലർക്കിട്ടൊക്കെ ഇടി കൊടുത്തെങ്കിലും ചിരിച്ചുകൊണ്ടായിരിക്കുന്നത്. ഇപ്പോഴും പല കാര്യങ്ങളും അവന്മാർ കാണിക്കുന്ന മണ്ടത്തരങ്ങളൊക്കെ കാണിച്ച് ഇപ്പോഴും ചിരിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ചിരി നമുക്ക് അനിവാര്യമായ ഒരു കാര്യമാണ്. അപ്പോൾ ചിരിക്കാൻ എന്താ മാർഗം? നമുക്കിപ്പോൾ ആകെ ചിരിക്കാവുന്ന രാഷ്ട്രീയക്കാരെ ടി വിയിലുള്ള അവരുടെ മണ്ടത്തരങ്ങൾ വെച്ചിട്ടാണ് നമ്മൾ ചിരിച്ചുകൊണ്ടിരിക്കുന്നത്. വേറെ ഒന്നും നമുക്ക് ചിരിക്കാനില്ല. അതുകൊണ്ട് പിന്നെ ഞാനൊക്കെ ചിരിക്കുന്നത് പഴയ സിനിമയൊക്കെ കാണും. ശ്രീനിവാസൻ്റെ പൊട്ടിച്ചിരി, നാടൻ ശ്രീനിവാസൻ്റെ നമുക്ക് മലയാളികൾ ചിരിക്കുന്നതാണ്. ഇന്നസെൻ്റ് ഉണ്ട് തൊട്ട് പുറകിൽ. അതുപോലെ തന്നെ പിന്നെ ഞാൻ ചിരിക്കുന്നത്, നിങ്ങൾ ചിരിക്കുമെന്ന് പറയും, ബോബി കൊട്ടാരക്കര. അയാളെ കാണുമ്പോഴേ എനിക്ക് ചിരി പൊട്ടും. അതുപോലെ നടൻ ഭരതൻ, പഴയ മീശയൊക്കെ കൊമ്പം മീശ കാണിച്ച് മണ്ടത്തരം കാണിക്കുമ്പോൾ വളരെയധികം ചിരിക്കുന്നുണ്ട്. പിന്നെ ശങ്കരാജിയുണ്ട്. ശങ്കരാജിയുടെ പാർട്ടി സെക്രട്ടറിയുടെ ആ വാക്കുകളൊക്കെ നമ്മളൊക്കെ മറക്കത്തില്ല. അപ്പം കഴിഞ്ഞ 13 വർഷമായി ഞങ്ങൾ തിരുവനന്തപുരത്ത് ഒരു നർമ്മ കയറുകളി തുടങ്ങിയിട്ടുണ്ട്. 13 വർഷമായി. അതിനകത്ത് വലിയധികം VIP-കളൊക്കെയാണ് അവിടെ ചിരി കേൾക്കാനും ചിരിക്കാനും വരുന്നത്. ഡോക്ടർ വിജയരാഘവനാണ് കാർഡിയോളജിസ്റ്റ്. കേരളത്തിലെ ഏറ്റവും പഴക്കമുള്ള കാർഡിയോളജിസ്റ്റാണ്. അദ്ദേഹം അവിടെ വന്നിരുന്ന് കുലുങ്ങി കുലുങ്ങി ചിരിക്കും. അത് ഞങ്ങൾ ജനറൽ ഹോസ്പിറ്റലിൻ്റെ ഫ്രണ്ടിൽ റെഡ് ക്രോസ് ഉണ്ട്. തിരുവനന്തപുരം ജനറൽ ഹോസ്പിറ്റലിൻ്റെ ഫ്രണ്ടിൽ റെഡ് ക്രോസ്. അവിടെ എല്ലാ മാസത്തിലും ആദ്യത്തെ ഞായറാഴ്ച 6 മുതൽ 8 വരെ ഒരു മുടക്കവുമില്ല. കൃത്യം 6 മണിക്ക് തുടങ്ങും, 8 മണിക്ക് ചിരി അവസാനിപ്പിക്കും. ധാരാളം പേര് അവിടെ വരും. അവിടെ മെമ്പർഷിപ്പ് ഒന്നുമില്ല. ആർക്കും വന്ന് ചിരിക്കാം. നിങ്ങൾക്ക് ചിരിക്കാനുള്ള കയ്യിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതവിടെ വിതരണം ചെയ്യാം, ഞങ്ങൾക്കും ചിരിക്കാം. അതാണ് അവിടുത്തെ അവസ്ഥ. അത് കഴിഞ്ഞ 13 വർഷമായിട്ട് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഡോക്ടർ വിജയരാഘവനും ഡോക്ടർ സുരേഷാണ് അതിൻ്റെ പ്രസിഡൻ്റായിട്ട് നിൽക്കുന്നത്. അതുപോലെ തന്നെ അവിടെ ജസ്റ്റിൻ പടമാടം വരുന്നുണ്ട്. അങ്ങനെ നല്ല നർമ്മം പറയുന്ന ആളാണ്. പിന്നെ ഡോക്ടർ ഷിനു ഡെപ്യൂട്ടി ഡയറക്ടറാണ് ഹെൽത്തിൻ്റെ, അദ്ദേഹം അവിടെയുണ്ട്. അങ്ങനെ വളരെയധികം VIP-കൾ അവിടെ വരുന്നു. അവർ ചിരിക്കുന്നു, അവരും ചിരി പങ്കുചേരുന്നു, അവരും ചില ചിരികൾ പൊട്ടിക്കുന്നു. അപ്പം നമ്മൾ പല സന്ദർഭത്തിലും അവിടെ പോയി പല ഈ ക്രൈമുമായിട്ട് ചേർന്ന നർമ്മ കാര്യങ്ങളൊക്കെ പറയും. ആൾക്കാർ പൊട്ടിച്ചിരിക്കും, ഞാനും അവരുടെ ഒപ്പം ചിരിക്കും. ചിലതിൻ്റെ സാരസ്യം ഞാൻ ഇങ്ങനെ ആലോചിച്ച് തന്നെ ഇരുന്ന് ചിരിക്കും. അപ്പോൾ റോഡിൽ കൂടെ പോകുന്നവർക്ക് എൻ്റെ വീട് കാണാം, ജോറേ സാറിന് ഈയിടെ അല്പസ്വല്പം വട്ട് വന്നു എന്ന് സംശയം, തന്നെ ഇരിക്കുന്ന ചിരിക്കുന്ന കണ്ടല്ലോ. അപ്പം ഞാൻ അവരുടെ അടുത്ത് അതിൻ്റെ സ്വാരസ്യം ആലോചിച്ചിട്ട് ചിരിക്കുന്നതാണ്. അപ്പം നമുക്ക് ചിരിക്കാൻ എന്തെങ്കിലും, നിങ്ങൾ ചിരിക്കുമോ എന്ന് എനിക്കൊന്ന് പരീക്ഷിച്ചാൽ കൊള്ളാവുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ 1-2 ചിരിയുടെ അമ്മുട്ട് പൊട്ടിക്കാവുന്നതാണ് വിചാരിക്കുന്നത്. അപ്പം ഞാൻ സാധാരണ പ്രസംഗിക്കാൻ പോകും, സ്കൂള്, കോളേജ്, സ്ത്രീജനങ്ങളുടെ, അതുപോലെ തന്നെ പല ക്ലബ്ബുകളുടെ, ഇങ്ങനെയൊക്കെ പോകുമ്പം ഗഹനമായ കാര്യം പറഞ്ഞാൽ ആരും ഒന്നും ശ്രദ്ധിക്കത്തേ ഇല്ല. അപ്പം പിന്നെ ചിരി പൊട്ടുന്ന കാര്യങ്ങൾ അടിക്കാൻ തുടങ്ങി. സ്കൂൾ കോളേജിലൊക്കെ പോയാൽ ഇപ്പം അതാണ്. അപ്പോൾ ഒരു 3-4 എണ്ണം അങ്ങ് പറഞ്ഞു നോക്കാം, നിങ്ങൾ ഇത് കേൾക്കുന്നവർ ചിരിക്കോ ഇല്ലയോ എന്ന്. അപ്പോൾ ഒരു ചിരിയുടെ കൂട് പൊട്ടിക്കുകയാണ്. അപ്പോൾ ഞാനൊരു ഈ സ്ത്രീകൾ മാത്രമുള്ള സ്ഥലങ്ങളിൽ പോയി കഴിഞ്ഞപ്പോൾ അവരോട് ഞാൻ പറഞ്ഞു, ഒരു സ്ത്രീയുടെ ഭർത്താവ് രാത്രി ഉറക്കത്തിൽ കിടന്ന് ചിരിക്കും, കുറച്ച് കഴിയുമ്പോൾ കരയും. അങ്ങനെ ചിരിച്ചും കരഞ്ഞുകൊണ്ട് പഴയ പല ദിവസം ഇത് കണ്ട് അവസാനം ചോദിച്ചു, എന്താണ് നിങ്ങൾ ഈ രാത്രി കിടന്ന് ചിരിക്കുന്നത്, പിന്നെ കിടന്ന് കരയുന്നത്? ഓ, അതൊക്കെ എങ്ങനെ കാണുന്ന സ്വപ്നം കാണുന്നതാണ് എന്ന് പറഞ്ഞു. അതിൻ്റെ അത് വലിയ കാര്യമില്ല, നീ വിട്ടാൽ. എന്നാലും എൻ്റെ അടുത്തൊന്ന് പറഞ്ഞേ ആ സ്വപ്നം. അവസാനം വിഷമിച്ചാണേലും അതങ്ങ് പറഞ്ഞു. എടീ, ഞാൻ രാത്രി സ്വപ്നം കണ്ടു, ഇന്ത്യയിലെ ഏറ്റവും വലിയ സൗന്ദര്യവതിയായ സ്ത്രീ ഐശ്വര്യ റായിയാണ്.
ഐശ്വര്യ റായി ഒരു ദിവസം ഒരു സ്വിമ്മിംഗ് പൂളിൽ സ്വിം സൂട്ടൊക്കെ ഇട്ട് ഇറങ്ങി നീന്തി തുടിക്കുന്ന കണ്ടപ്പോൾ ഞാനങ്ങ് ചിരിച്ചു പോയി, സന്തോഷം കൊണ്ട് ചിരിച്ചു. അതിനുശേഷം പിന്നെ കരഞ്ഞെന്തിന്, അതിനുശേഷം നീ ആ സ്വിം സൂട്ട് ഇട്ട് അതിലൂടെ നടക്കുന്ന കണ്ടപ്പോൾ ഞാനങ്ങ് കരഞ്ഞു പോയടി. ഇതാണ് ഒരെണ്ണം നമ്മൾ പൊട്ടിക്കുന്നത്. അപ്പോൾ ചിരിയുടെ അവിടെ നമുക്കറിയാം കഷായം സുകുമാർ അദ്ദേഹം ചിരി അരങ്ങ് നടത്തിയിട്ട് 22-21 വർഷം. അതിനുശേഷം അപ്പം അദ്ദേഹം മൺമറിഞ്ഞു. സനൽകുമാർ ഉണ്ട് IAS, അദ്ദേഹം ചിരി അമ്മിട്ട് പൊട്ടിക്കുന്ന ആളാണ്. അങ്ങനെ അവരുടെ കൂടെയൊക്കെ ഞാനും ചിരിക്കാനുള്ള സന്ദർഭങ്ങൾ കളയാറില്ല. വേളൂർ കൃഷ്ണൻകുട്ടിയും ജഗതി NK ആചാര്യയും വട്ടം സാധനും വാണക്കുറ്റിയൊക്കെ അവരുടെ ചില കാര്യങ്ങളൊക്കെ കേൾക്കുമ്പോൾ സിനിമയിൽ കാണുമ്പോൾ ഞാൻ ഇരുന്ന് ചിരിക്കും. അതുപോലെ കഷായം സുകുമാറിൻ്റെ വളരെ പ്രശസ്തമായ വലിയധികം ചിരി ഉണ്ട്. മലയാളികൾക്ക് നല്ല ആസ്വാദനം ചിരിയിൽ നിന്ന് മാത്രമേ ലഭിക്കുകയുള്ളൂ. നമുക്ക് രാഷ്ട്രീയക്കാർ മാത്രമാണ് അല്പം ചിരി തരുന്നത്. നമുക്കൊന്ന് മാറി ചിന്തിക്കേണ്ടിയിരിക്കുന്നത്. ഞാൻ പല സന്ദർഭത്തിലും ഒരു ചിരിയുടെ കാര്യം പറയുമ്പോൾ ക്രൈമുമായിട്ട് ചേർന്ന ഒരു ചിരി ഇവിടെ പറഞ്ഞ് തൽക്കാലം അങ്ങ് നിർത്താം. നിങ്ങൾ ആസ്വദിച്ചോളൂ, നിങ്ങൾക്ക് പറ്റുന്ന മണ്ടത്തരങ്ങൾ. നമുക്ക് ഒരു പെൺകുട്ടി ഉണ്ടായിരുന്നു, അതിനെ കല്യാണം കഴിച്ചയച്ചു. നല്ല സാമ്പത്തികമുള്ളവരാണ്. അമ്മാച്ചന്മാർ നല്ല കൊമ്പം മീശയും തടിയുമുള്ള വലിയ പണക്കാരാണ്. കേരളത്തിൽ അടുത്ത കാലത്ത് നടന്ന ഒരു സംഭവമാണ്. അപ്പോൾ അവര് ഈ മകളെ, ഒറ്റ മകളാണ്, വലിയ കാര്യം, സ്നേഹം. അവസാനം നല്ലൊരു കല്യാണം വന്നപ്പം അവർ ആ കല്യാണം അങ്ങ് നടത്തി. പക്ഷേ ഈ പെണ്ണിനൊരു മുറച്ചെറുക്കനുണ്ട്, അവന് ഈ പെണ്ണിനെ കല്യാണം കഴിക്കണം, കല്യാണം കഴിച്ചേ പറ്റുള്ളൂ. അങ്ങനെ പറഞ്ഞ ആ കല്യാണം, അവന് ഒരു ജോലിയില്ല, ഈ പെണ്ണ് വഴിയാധാരമാവും. അതുകൊണ്ട് അമ്മാച്ചന്മാരും രണ്ടുപേരും, അവർ ഇളയൊരു അമ്മാച്ചനുണ്ട്, 3 പേരും കൂടെ നിശ്ചയിച്ച് നല്ലൊരു കല്യാണം നടത്തി. കല്യാണം കഴിഞ്ഞ് ആ ചെറുക്കന് IT ഫീൽഡിൽ വല്ലപ്പോഴും വെളിയിൽ പോകും വരും. അങ്ങനെ വരുമ്പം ഈ മുറച്ചെറുക്കൻ ആ വീടിൻ്റെ അവിടെ പോയി നിൽക്കും, ആ കൊച്ചിനെ കാണണം. അങ്ങനെ വലിയ ശല്യമായി. അമ്മാച്ചന്മാർ അവനെ വിരട്ടി വിട്ടു. എടാ, നീ അവിടെ നിന്നും വരരുത്, നീ മാറിപ്പോവും, അവൾ കല്യാണം കഴിച്ച് കുട്ടിയായിട്ട് ഇപ്പോൾ ഒരു കുട്ടിയുണ്ട്, നീ അവിടെ ചെന്ന് കുടുംബകലം ഉണ്ടാക്കുന്നത്, മാറിപ്പോവും. പക്ഷെ ഇതൊന്നും അവൻ കേൾക്കൂല. അവൻ പറഞ്ഞ ഒരു കുട്ടിയുണ്ടെങ്കിലും ഒരു പ്രശ്നമില്ല, എനിക്ക് കല്യാണം കഴിച്ച് താ, എനിക്ക് കെട്ടിച്ച് താ അങ്കിളെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നടക്കുകയാണ്. സ്വല്പം അബ്നോർമൽ പോലെ. ഏതായാലും ഒരു ദിവസം രാത്രി ആ പെൺകുട്ടിയും കൊച്ചും മാത്രമുള്ളപ്പോൾ ഇവൻ അവിടെ വന്നു. ഇവൻ അവിടെ വന്നിട്ട് പോവില്ല. ഇവൾ ഉടനെ അമ്മാച്ചന്മാരെ വിളിച്ചു പറഞ്ഞു, അങ്കിളെ, ഇവൻ ഇവിടെ വന്ന് നിൽക്കുകയാണ്, പോവില്ല, മണി 8:30, മണി 9 അവനോട് അവിടുന്ന് പോകാൻ പറ, ഞങ്ങൾ പറഞ്ഞെന്ന് പറഞ്ഞ് ഇവനെ ആ പെൺകുട്ടി അവിടുന്ന് പറഞ്ഞു വിട്ടു. വാതിലടച്ചു. കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരു ശബ്ദം. അടുക്കളയുടെ പിന്നിൽ നോക്കിയപ്പം ഇവൻ തൂങ്ങി നിൽപ്പുണ്ട്. പെൺകുട്ടി പേടിച്ച് അമ്മാച്ചന്മാരെ വിളിച്ചു. അമ്മാച്ചന്മാർ പറഞ്ഞു, ഒരു കാര്യം ചെയ്യും, നീ ഒന്നും മിണ്ടണ്ട, അവിടെ അങ്ങനെ നിൽക്കട്ടെ, ആരോടും പറയണ്ട, പേടിക്കാതെ അവിടെ ഇരിക്കും. അമ്മാച്ചന്മാർ നല്ല തടിമാടന്മാരാണ്, 100 കിലോ ഉണ്ട്, 6 അടി പൊക്കമുണ്ട്, കൊമ്പം മീശയുണ്ട്. 3 പേരും വന്ന് രഹസ്യമായിട്ട് ഈ കുട്ടിയുടെ വീടിൻ്റെ ആ ഒരു 30-40 സെന്റിനകത്തുനിന്ന് മാറി താഴെ ഒരു വിളയിലുണ്ട്. ആ വിളയിൽ വലിയ 2 മാവുണ്ട്, അവിടെ പ്ലാവുണ്ട്, ആഞ്ഞിലിയുണ്ട്. പതുക്കെ അഴിച്ച് അവിടെ കൊണ്ട തൂക്കി. കാരണം ഈ കുട്ടിയുടെ വീടിനകത്ത്, ഇതാണ് അമ്മമാരുടെ ബുദ്ധിയാണത്. ഇത് അവിടെ കൊണ്ടുപോയി തൂക്കി. ആ കെട്ടഴിച്ച് അവിടെ കൊണ്ടുപോയി തൂക്കിയിട്ടു. ഇത് അപ്പുറത്ത് രാത്രി 12:30, 1 മണിക്ക് മൂത്രം ഒഴിക്കാൻ വന്ന് ചേർക്കാൻ കണ്ട് ഇവർ കെട്ടി തൂക്കുന്ന കണ്ട്. 3 അമ്മാച്ചന്മാർ. അടുത്ത ദിവസം അവൻ പോലീസ് വിളിച്ച് പറഞ്ഞു, ഇതാ ഒരുത്തനെ കെട്ടിത്തൂക്കുന്നു, ഈ തടിമാടന്മാർ കെട്ടിത്തൂക്കുന്നു എന്ന് പറഞ്ഞു. ഏതായാലും പോലീസ് വന്നു. സംഗതി ഇവനെ 3 അമ്മാച്ചന്മാരെ അകത്ത് കൊണ്ടിട്ട് 2-3 ദിവസം നന്നായിട്ട് ഇടി കിട്ടിയെന്നാണ് ഞാൻ പറഞ്ഞു. ഞാൻ എന്തായാലും അബദ്ധവശം അവിടെ ചെന്നു. അതുങ്ങൾ എൻ്റെ കാല് പിടിച്ച് പറഞ്ഞു, സാറേ, ഞങ്ങളിങ്ങനെ മരുമകളെ രക്ഷപ്പെടുത്താൻ പോയാൽ അവൻ തൂങ്ങി നിൽക്കുന്നവരുടെ നാണക്കേടും മാനക്കേടും ആവുന്നതുകൊണ്ട് ഞങ്ങൾ കൊണ്ടുപോയി അപ്പുറത്തെ വേളയിൽ കൊണ്ട് തൂക്കിയതാണ്. അങ്ങനെ പറ്റും. ഇങ്ങനെയുള്ള അമ്മാച്ചന്മാരും നമുക്കുണ്ട്. മണ്ടത്തരങ്ങൾ കാണിക്കരുത്. ഇതുപോലെയുള്ള സംഭവങ്ങൾക്ക് നമുക്ക് ചിരി ഉണർത്തി. കാരണം അവരുടെ മീശയും നടപ്പും കതർ ഷർട്ടും ഒക്കെ കണ്ടപ്പോൾ ഞാൻ തന്നെ പേടിച്ചു പോയി. അവരോട് ഞാൻ ചോദിച്ചു, സാറ് വന്ന് രക്ഷപ്പെടുത്തിയല്ലോ, അത് നല്ല ഇടി ഞങ്ങൾക്ക് കിട്ടി. ഇതുപോലുള്ള ക്രൈമുമായിട്ട് റിലേറ്റഡ് ഉള്ള ചിരിക്കാനൊക്കെ നമുക്ക് തോന്നും. അതുപോലെ തന്നെ കുറച്ച് ഞങ്ങളവിടെ അരമണിക്കൂർ ഓപ്പണിംഗ് ബാറ്റ്സ്മാൻ ഞാനാണ് ഞങ്ങളുടെ ചിരിയരങ്ങിൽ. ഇതുപോലെയുള്ള കാര്യങ്ങൾ ധാരാളം വിട്ടുകൊണ്ടേയിരിക്കും. അപ്പം അതുകൊണ്ട് ഒരു സാമ്പിൾ വെടിക്കെട്ടിന് വേണ്ടിയിട്ടാണ് ഞാൻ ആദ്യത്തെ ഒരു രാത്രി ഭാര്യയും ഭർത്താവും കിടന്ന് ഉറങ്ങുന്ന കാരണം. അതുപോലെ തന്നെ ഈ കുടുംബശ്രീകൾ അവിടെ ചെന്നപ്പോൾ ഞാൻ വേറൊരു കാര്യം പറഞ്ഞു. അവിടെ ഒരു ഭാര്യയും ഭർത്താവും കിടന്ന് ഉറക്കാം, നല്ല പ്രായമുണ്ട്. അത് കഴിഞ്ഞപ്പം ഒരു കള്ളൻ അവിടെ കയറി, ഒരു പൈസയും ഇല്ല,
വീട് മുഴുവൻ തപ്പിയിട്ട് ഒന്നും കിട്ടിയില്ല. ഭർത്താവ് ഇത് കണ്ടു കിടക്കുക, ഭാര്യ വന്നല്ല ഉറക്കം. ഭർത്താവ് പേടിച്ച്, കള്ളനെ പേടിച്ച് മിണ്ടാതെ കിടന്നു. ആ സമയത്ത് ഇവൻ വന്ന് ഇവരുടെ തലയണയ്ക്കടിയിൽ തപ്പി, ഷീറ്റിൻ്റെ അടിയിൽ വല്ല പൈസ ഉണ്ടോ, ഒന്നും കിട്ടിയില്ല. ഇയാൾ നോക്കിയപ്പം ഈ കള്ളൻ കുറച്ചു നേരം ഭാര്യയുടെ മുഖത്തോട്ട് നോക്കും. പഞ്ചാരയൊക്കെ വന്ന് കമ്പ് പോലെയാണ് ഭാര്യ ഇരിക്കുന്നത്. കിട്ടിയതാട്ടെ എന്ന് പറഞ്ഞ് അതിനെ തോളത്തിട്ടുകൊണ്ട് അയാൾ അങ്ങ് പോയി. അപ്പോൾ അവരുടെ വീട് ഇരിക്കുന്ന ഒരു കുന്നും പുറത്താണ്. ആ വഴി നടന്നങ്ങ് പോയി. ഭർത്താവ് സ്വപ്നം കണ്ടാന്നാ പറയുന്നത്. എന്തായാലും കണ്ണു തുറന്നു, ഭാര്യയോട് കാര്യം പറഞ്ഞു. അന്നേരം നിങ്ങൾ എന്ത് ചെയ്തു? എന്നെ അവർ കൊണ്ടുപോവില്ലേ? എടി, ഞാൻ അവൻ്റെ അടുത്ത് പറഞ്ഞ്, ഇറക്കമാണല്ലോ മുകളിലും താഴെ, ധൃതി നീ കൊണ്ടുപോകണ്ട, പതുക്കെ കൊണ്ടുപോയാലേ നീ വീഴുമെന്ന് പറഞ്ഞെന്ന്. അപ്പോൾ ഇതാണ്, ഈ രീതിയിലുള്ള ചിരികളാണ് ഞങ്ങൾ അവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഏതായാലും നമുക്ക് പ്രതീക്ഷിക്കാം, ഇത് നിങ്ങൾ ആസ്വദിക്കുന്നുണ്ടെങ്കിൽ ഇത് കുറച്ചുകൂടെ നിങ്ങൾക്ക് മസാല പോലെ ഞാൻ തന്നുകൊണ്ടിരിക്കാം.